ഹായ് ഓൾ, ദിസ് ഈസ് മീര. വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഹൈസ്കൂൾ മാത്സ് PSC. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യുന്നത് കേരള PSC ഡിഗ്രി ലെവൽ പ്രീവിയസ് ഇയർ ഒരു മാത്സ് ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ നമുക്ക് റിക്വസ്റ്റ് വന്നൊരു ക്വസ്റ്റ്യനാണിത്. അപ്പോൾ ഇതിൻ്റെ ക്വസ്റ്റ്യൻ പേപ്പർ കോഡ് 106/2014 ഡിവിഷണൽ അക്കൗണ്ടൻറ്റ് 2014 എക്സാമിന് ചോദിച്ചൊരു ക്വസ്റ്റ്യനാണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു സെയിം പാറ്റേണിലുള്ള രണ്ട് ക്വസ്റ്റ്യൻസ് ആണ് നമ്മളിന്ന് ഡിസ്കസ് ചെയ്യുന്നത്. അപ്പോൾ ഇനി ഇങ്ങനൊരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആൻസർ തീർച്ചയായിട്ടും ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ എന്തായാലും നമുക്ക് ഈ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഡിഗ്രി ലെവൽ നമ്മൾ അപ്ലോഡ് ചെയ്തിരിക്കുന്ന പ്രീവിയസ് ഇയർ മാത്സ് ക്വസ്റ്റ്യൻസിൻ്റെ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നതാണ്. താല്പര്യമുള്ളവരൊന്ന് ചെക്ക് ചെയ്യുക. ആദ്യമായി വീഡിയോ കാണുന്നവരാണെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കാതിരിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം. അപ്പോൾ ഇന്നത്തെ ക്വസ്റ്റ്യൻ ഇതാണ്. എ മാത്തമാറ്റിക്സ് പേപ്പർ കൺസിസ്റ്റ് ഓഫ് 10 ക്വസ്റ്റ്യൻസ് വിച്ച് ഈസ് ഡിവൈഡഡ് ഇൻടു 2 parts 1 and 2. Each part contains 5 questions each. A student is required to attempt 6 questions in all, taking at least 2 questions from each part. In how many ways can the student select the questions? ഓപ്ഷൻസ് നമുക്ക് തന്നിരിക്കുന്നത് 100, 150, 200, 243. അപ്പോൾ നമ്മുടെ ക്വസ്റ്റ്യനിൽ പറഞ്ഞിരിക്കുന്ന കാര്യം നോക്കാം. ഒരു കണക്ക് ചോദ്യ പേപ്പർ പാർട്ട് 1, പാർട്ട് 2 ഓരോ പാർട്ടിൽ 5 ക്വസ്റ്റ്യൻസ് വെച്ച് ടോട്ടൽ 10 ക്വസ്റ്റ്യൻ. ഒരു കുട്ടിക്ക് അറ്റംപ്റ്റ് ചെയ്യേണ്ട ക്വസ്റ്റ്യൻസ് എത്രയാണ്? ഈ 10 ക്വസ്റ്റ്യനിൽ 6 ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്. അറ്റ്ലീസ്റ്റ് 2 ക്വസ്റ്റ്യൻസ് ഓരോ പാർട്ടിൽ നിന്ന് 2 ക്വസ്റ്റ്യൻസ് കുറഞ്ഞത് ആ കുട്ടി ഈ ഒരു 6 ക്വസ്റ്റ്യൻസ് ചെയ്യുമ്പോഴത്തേക്കും ചെയ്തിരിക്കണം. ഇതാണ് കണ്ടീഷൻ പറയുന്നത്. അപ്പം നമ്മളോട് ചോദിക്കണം ഹൗ മെനി വേസ്, എങ്ങനെയെല്ലാം ഇത് ഈ ഒരു രീതിയിൽ സെലക്ട് ചെയ്യാൻ സാധിക്കുമെന്നാണ്. ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാൻ സാധിക്കും. 100, 150, 200, 241 ഇതിലേതാണ് കറക്റ്റ് ആയിട്ടുള്ള ആ ഒരു ഓപ്ഷൻ ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ചെയ്യേണ്ടത് ഇതിൻ്റെ കോമ്പിനേഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ നോക്കുക, ഈ ഫസ്റ്റ് പേപ്പറിൽ ഞാൻ ആദ്യം ഇവിടെ 2 അല്ലേ ഏറ്റവും കുറഞ്ഞത്. ഈ ഒരു ഫസ്റ്റ് പാർട്ടിൽ 2 വേണ്ടി വരും, 2 ക്വസ്റ്റ്യൻസ് ചെയ്യേണ്ടി വരും. അങ്ങനെയാണെങ്കിൽ 6 ക്വസ്റ്റ്യൻ ആകാൻ വേണ്ടി പാർട്ട് 2-ൽ നിന്ന് എത്ര എടുക്കേണ്ടി വരും? 6-ൽ നിന്ന് 2 പോയി കഴിഞ്ഞാൽ 4 ക്വസ്റ്റ്യൻ. അപ്പം 2 + 4 6 ഇനി ഞാൻ 2-നേക്കാളും അടുത്ത വലിയ നമ്പർ 3 അല്ലേ. ഈ ഫസ്റ്റ് പാർട്ടിൽ നിന്ന് 3 ക്വസ്റ്റ്യൻസ് എടുത്തു. അപ്പോൾ 6-ൽ നിന്ന് 3 മൈനസ് ചെയ്താൽ 3 വന്നു. ഇനി അടുത്ത ഞാൻ 4 എടുത്തു. പാർട്ട് 1-ൽ നിന്ന് 4 ക്വസ്റ്റ്യൻസ് എടുത്തു. അപ്പോൾ എത്ര വരും? 6-ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ ഈ പാർട്ട് 2-ൽ നിന്ന് 2. ഇനി ഞാനിവിടെ 5 എടുക്കുവാന്ന് വെച്ചോ. ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ടല്ലോ. ഈ 5 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ 6-ൽ നിന്ന് 5 മൈനസ് ഇവിടെ 1 ആകും. ഇത് സാറ്റിസ്ഫൈ ചെയ്യുക. കാരണം ഈ പാർട്ടിൽ നിന്ന് എന്താണ് 2 ക്വസ്റ്റ്യൻസ് വേണം. അപ്പോൾ ഈ ഒരു കണ്ടീഷൻ വരത്തില്ല. അപ്പോൾ നോക്കുക, ഇത്രയുമാണ് കോമ്പിനേഷൻസ് വരിക. ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ, അപ്പോൾ ഇവിടെ നിന്ന് 4, ഇവിടെ നിന്ന് 3 ആകുമ്പോൾ ഇവിടെ നിന്ന് 3 ക്വസ്റ്റ്യൻ, ഇവിടെ നിന്ന് 4 ക്വസ്റ്റ്യൻ എടുക്കുമ്പോൾ ഇവിടെ നിന്ന് 2 ക്വസ്റ്റ്യൻ. ഇത് തന്നെ അല്ല ഇത്രയും വരത്തുള്ളൂ. ഇതിൽ കൂടുതലൊരു കണ്ടീഷൻ ഇല്ല. ഈ 3 കണ്ടീഷൻസ് ആണുള്ളത്. അപ്പം നമുക്ക് ഇവിടെ നിന്ന് മനസ്സിലാകും. ഇത്രയും മനസ്സിലായല്ലോ. ഇനി നമ്മൾ ഇതിൻ്റെ ആ കോമ്പിനേഷൻ്റെ ഫോർമുലയിൽ എങ്ങനെ എഴുതുമെന്ന് നോക്കാം. അപ്പോൾ ഇവിടെ ഫസ്റ്റ് സി, കോമ്പിനേഷൻ്റെ സി കൊടുത്തു. ഫസ്റ്റ് പാർട്ടിൽ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ എത്രയാണ് എടുക്കുന്നത്? 2 ഇൻറ്റു, ഇവിടെ ഇൻറ്റു കൊടുത്തു. അടുത്തത് ഇവിടെ 5 ക്വസ്റ്റ്യൻസ് ഉണ്ട്. അതിൽ എത്രയാണ് എടുക്കുന്നത്? 4. ഇതാണ് ഫസ്റ്റ് കണ്ടീഷൻ കഴിഞ്ഞു. പ്ലസ് കൊടുത്തു. ഇനി അടുത്തത് എന്ത് വരും? ഇവിടെ ടോട്ടൽ 5 ക്വസ്റ്റ്യനിൽ 3 എടുക്കുന്നു ഇൻറ്റു അതിൻ്റെ കൂടെ എന്താ വരിക? കോമ്പിനേഷൻ 5 ക്വസ്റ്റ്യൻ, ഇവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട്, അതിൽ നിന്ന് 3 എടുക്കുന്നു. ഇനി അടുത്ത പ്ലസ്. അപ്പോൾ ഇതും കഴിഞ്ഞു. ഇനി എന്താ വരിക? 5 ക്വസ്റ്റ്യനിൽ 4 എടുക്കുന്നു ഇൻറ്റു 5 ക്വസ്റ്റ്യനിൽ 2 എടുക്കുന്നു. അപ്പോൾ ഇത്രയും മനസ്സിലായല്ലോ. ഇതാണ് നമ്മൾ കണ്ടെത്തേണ്ടത്. ഇതെന്ത് കിട്ടുന്നു അതാണ് നമ്മുടെ ആൻസർ. അപ്പോൾ ഈ എഴുതിയത് മനസ്സിലായോ? അപ്പോൾ ചിലർക്ക് ഈ ഒരു കോമ്പിനേഷൻ്റെ ഭാഗം അറിയാത്തതുകൊണ്ടാണ് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇവിടെ ടോട്ടൽ 5 ക്വസ്റ്റ്യൻ ഉണ്ട്. അതിൽ 2 ക്വസ്റ്റ്യൻ എടുത്തു, ഇൻറ്റു കൊടുത്തു. ഇനി ഇവിടെ കോമ്പിനേഷനിൽ ഇവിടെ 5 ക്വസ്റ്റ്യൻ ഉണ്ട് ടോട്ടൽ, അതിൽ നിന്ന് 4 ക്വസ്റ്റ്യൻ എടുത്തു. ഇതാണ് ഫസ്റ്റ് കോമ്പിനേഷൻ. ഇനി അടുത്ത പ്ലസ് കൊടുത്തു. അടുത്ത ഇതുപോലെ തന്നെ ഈ 5 ക്വസ്റ്റ്യൻ്റെ 3, 5 ക്വസ്റ്റ്യന് 3 കൊടുത്തു. അടുത്ത 5 ക്വസ്റ്റ്യന് 4, 5 ക്വസ്റ്റ്യന് 2. ഇതെല്ലാം കൂടെ ആഡ് ചെയ്താൽ മതി. അപ്പം നമുക്ക് കിട്ടിയിരിക്കുന്ന ഇക്വേഷൻ ഇതാണ്. ഇനി ഈ ഇക്വേഷനിൽ നോക്കിയേ, ഈ ഒരു ഫസ്റ്റ് ടൈമും ഈ ഒരു ലാസ്റ്റ് ടൈമും ഈക്വൽ അല്ലേ? 5C2 5C2 5C4 5C4. അപ്പം നമുക്ക് അതിന് പകരം ഇതെന്ത് ചെയ്യാം? 2 ഇൻറ്റു 5C2 ഇൻറ്റു 5C4 എന്ന് കൊടുക്കാം. അതായത് ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് അതിനെ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. ഇനി ഇവിടെ ബാക്കിയുള്ളത് 5C3 ഇൻറ്റു 5C3. ഇതിനെ വേണേൽ സ്ക്വയർ കൊടുക്കാം, അല്ലെങ്കിൽ ഇനി അത് കൺഫ്യൂഷൻ ആവേണ്ട. ഇത് ഇതുപോലെ തന്നെ എഴുതിയേക്കുവാണ്. ഇത് 2 സെയിം ആണെന്ന് മനസ്സിലായല്ലോ. ഇപ്പം A ഇൻറ്റു A എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ A സ്ക്വയർ അല്ലേ. അതുപോലെ തന്നെ 5C3 കണ്ടെത്തിയിട്ട് അതിനെ സ്ക്വയർ ചെയ്താൽ മതി. ഓക്കെ.
ഇനി നമുക്കിതിൻ്റെ കാൽക്കുലേഷൻ നോക്കാം. അപ്പോൾ ഇവിടെ 5C2 ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നത്? അപ്പോൾ ഇത് ഫാക്ടോറിയലാണ്. ഇതെങ്ങനെയാണ് കണ്ടെത്തുന്നതെന്ന് പറയാം. ആദ്യം ഇവിടെ ഒരു വര കൊടുക്കുക. ഇതിപ്പം അറിയാത്തവർക്ക് വേണ്ടിയാണ് ഇത്ര ഡീറ്റെയിൽ ആയിട്ട് പറയുന്നത്. ഇനി ഇവിടെ നോക്കും, ഇവിടെ ആദ്യം 5 കൊടുത്തു. ഇതിൻ്റെ പുറകിലോട്ട് എത്ര ടൈംസ് എന്നുള്ളത് ഇവിടുത്തെ ഈ നമ്പറാണ്. 5 കൊടുത്തു, 5ൻ്റെ പുറകിൽ അടുത്ത എന്താണ്? 4. ഇവിടെ 2 ആണ്, അപ്പോൾ 2 പ്രാവശ്യം എഴുതിയാൽ മതി. ഇനി താഴെ എന്ത് വരും? ഇവിടുത്തെ ഈ താഴത്തെ നമ്പർ അതിൻ്റെ ബാക്കിലോട്ട് 1 വരെ. അപ്പോൾ 5 × 4/2 × 1 വന്നു. ഇതുപോലെ തന്നെ ഇനി അടുത്തത് 5C4ൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് എന്ത് വരും? ആദ്യം 5 കൊടുത്തു. എത്ര പ്രാവശ്യം പുറകോട്ട് പോകണം? 4 പ്രാവശ്യം. 5 × 4 × 3 × 2. 5ൽ നിന്ന് പുറകിലോട്ട് പോവുകയാണ്. 4 × 3 × 2. ഇത് എത്ര ടൈംസ് എന്നുള്ളത് എന്താണ്? ഇവിടുത്തെ 4 എന്നുള്ള നമ്പർ കണ്ടാണ് മനസ്സിലാക്കേണ്ടത്. ഇനി താഴെ എന്താണ്? ഈ വന്നിരിക്കുന്ന നമ്പറിൽ നിന്ന് 1 വരെ. 4 × 3 × 2 × 1 വരെ. ഒന്ന് കട്ട് ചെയ്തേ. 2 2s are 4 വന്നു. 5 2s are 10. ഇവിടെ 4 4 ക്യാൻസലായി, 3 3 ക്യാൻസലായി, 2 2 ക്യാൻസലായി, ഇവിടെ 5 വന്നു. അപ്പം 5C2 എത്ര കിട്ടി? 10 × 5C4 എത്ര കിട്ടി? 5. ഇവിടെ ഇനി എന്തുണ്ട്? 2 ഉണ്ട്. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഈ ഒരു ടേമിൻ്റെ ആൻസർ. ഇനി നമുക്ക് കണ്ടെത്താനുള്ള എന്താണ്? 5C3 ആണ് കാണാനുള്ളത്. അപ്പം നമുക്ക് നോക്കാം. 5C3. അപ്പം നമ്മളിവിടെ ഇത് രണ്ട് സെയിം അല്ലേ? 5C3 കാണുക. ഇവിടെ 5 എഴുതി. ബാക്കിലോട്ട് എത്ര പ്രാവശ്യം? 3 ടൈംസ്. 4 × 3. 3 ടൈംസ് ആയല്ലോ. ഇനി ഇവിടെ 3 തൊട്ട് 2 × 1 വരെ. 3 3 ക്യാൻസലായി. 2 2 കൂടെ കട്ട് ചെയ്യുമ്പോഴത്തേക്കും 2 4 കൂടെ കട്ട് ചെയ്യുമ്പോൾ 2 വന്നു. 5 2s are 10 വന്നു. അപ്പോൾ 5C3 ഇവിടെ 10 വന്നു. ഇത് തന്നെയല്ലേ ഇവിടെ? അപ്പോൾ × 10 കൊടുത്തു. ഇനി ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻ്റെ കഴിഞ്ഞാൽ നമ്മുടെ ആൻസറായി. ഇവിടെ ഇനി എന്താ വരിക? 10 × 5 × 2 10. 10 × 10 100 വന്നു. പ്ലസ് 10 × 10 100 വന്നു. 100 + 100 200 വന്നു. അപ്പം നമ്മുടെ ക്വസ്റ്റ്യൻ്റെ ആൻസർ ഓപ്ഷൻ സി 200 ആണ്. 200 കോമ്പിനേഷൻസ് ആണുള്ളത്. ഇത്രയും ടൈംസ് ആണ് ഇവർക്ക് ഈ ഒരു ക്വസ്റ്റ്യൻസ് സെലക്ട് ചെയ്യാനുള്ള ആ ഒരു സെലക്ഷൻസ് ഉള്ളത്. 200 സെലക്ഷൻസ് ആണുള്ളത്. ഓപ്ഷൻ സി ആണ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ നോക്കാം. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ വായിച്ച് നോക്കിയിട്ട് ഫസ്റ്റ് ക്വസ്റ്റ്യൻ മനസ്സിലായവരൊന്ന് തന്നെ ചെയ്യാൻ ശ്രമിക്കുക. അതിനുശേഷം നമ്മുടെ ആൻസർ സൊല്യൂഷനുമായിട്ട് ക്രോസ് ചെക്ക് ചെയ്യുക. അല്ലാത്തവർ ഇതിൻ്റെ ഈ ഒരു സൊല്യൂഷൻ്റെ ബാക്കി മെത്തേഡ് മനസ്സിലാക്കുക. ഇൻ ആൻ എക്സാമിനേഷൻ ഈ ക്വസ്റ്റ്യൻ പേപ്പർ കൺസിസ്റ്റ് ഓഫ് 12 ക്വസ്റ്റ്യൻസ്. ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് divided into 2 parts, part 1 and part 2, containing 5 and 7 questions respectively. A student is required to attempt 8 questions in all, selecting at least 3 from each. In how many ways can a student select the questions? അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണ്? നേരത്തെ പറഞ്ഞ പോലെ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ അതിന് പാർട്ട് 1 ഉണ്ട്, പാർട്ട് 1 ഉണ്ട്, പാർട്ട് 2 ഉണ്ട്. ഇനി ഇവിടെ എത്രയാണ്? 5 ആണ്. പാർട്ട് 1ൽ 5 ആണ്, പാർട്ട് 2ൽ 7 ക്വസ്റ്റ്യൻസ്. 7 + 5 എത്രയാണ്? ടോട്ടൽ 12 ക്വസ്റ്റ്യൻസ് ആണുള്ളത്. ഈ 12 ക്വസ്റ്റ്യൻസിൽ എത്ര ക്വസ്റ്റ്യൻസ് ആണ് അറ്റംപ്റ്റ് ചെയ്യേണ്ടത്? എ സ്റ്റുഡൻറ്റ് ഈസ് റിക്വയർഡ് ടു അറ്റംപ്റ്റ് 8 ക്വസ്റ്റ്യൻസ്. 8 ക്വസ്റ്റ്യൻസ് അറ്റംപ്റ്റ് ചെയ്യണം ഫുള്ള് 2 പാർട്ടിലൂടെ. സെലക്ടിങ് അറ്റ്ലീസ്റ്റ് 3 ഫ്രം ഈച്ച്. 2 പാർട്ടിലും കുറഞ്ഞത് 3 ക്വസ്റ്റ്യൻസ് വെച്ച് 2 പാർട്ടിൽ നിന്ന് സെലക്ട് ചെയ്തിരിക്കണം. ഇതേ രീതിയിൽ ഹൗ മെനി വേസ് ഈ സ്റ്റുഡൻറ്റ് ഒരു കുട്ടിക്ക് സെലക്ട് ചെയ്യാൻ പറ്റും ക്വസ്റ്റ്യൻസ്, എത്ര വേസ് സെലക്ട് ചെയ്യാൻ പറ്റുമെന്നുള്ളതാണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ എന്താ ചെയ്യാൻ പോകുന്നത്? അപ്പം പാർട്ട് 1ൽ നിന്നും പാർട്ട് 2ൽ നിന്നും ഫസ്റ്റ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഏതെല്ലാം കോമ്പിനേഷനിൽ നമുക്ക് എടുക്കാൻ പറ്റുമെന്നാണ്. ഫസ്റ്റ് ഞാൻ ഈ പാർട്ട് 1ൽ നിന്ന് 3 ക്വസ്റ്റ്യൻ എടുത്തു. അപ്പം 8 ക്വസ്റ്റ്യൻ ആണ് ടോട്ടൽ വേണ്ടത്. 8ൽ നിന്ന് 3 മൈനസ് ചെയ്ത് എത്ര വരും? 5. ഈ 7ൽ നിന്ന് 5 എടുത്തു. അടുത്തത് 4 എടുത്തു. അപ്പം ഇവിടെ 3 കൊടുത്ത എന്താണ്? ഇവിടെ 1ഉം 2ഉം കൊടുക്കാൻ പറ്റാത്ത എന്താണ്? 1ഉം 2ഉം കൊടുക്കുക. കാരണം ഇവിടെ പറയുന്നുണ്ട് 3 ക്വസ്റ്റ്യൻ ഏറ്റവും കുറഞ്ഞത് 2 പാർട്ടിൽ നിന്ന് എടുക്കണമെന്ന്. അടുത്തത് 4 കൊടുത്തു. അപ്പോൾ 8ൽ നിന്ന് 4 മൈനസ് ചെയ്താൽ 4. അടുത്ത ഇവിടെ 5 കൊടുത്തു. 8ൽ നിന്ന് 5 മൈനസ് ചെയ്ത് എത്ര വരും? 3. അടുത്ത ഞാനിവിടെ 6 കൊടുത്തു. 8ൽ നിന്ന് 6 മൈനസ് ചെയ്ത് എത്ര വരും? 2 വരും. ഇത് പറ്റുമോ? കാരണം ഇവിടെ കുറഞ്ഞത് 3 വരണം. അപ്പോൾ ഇവിടെ 3ൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് ഇവിടെ 3ൽ എൻഡ് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് സ്റ്റോപ്പ് ചെയ്യാം. അപ്പോൾ 3 കോമ്പിനേഷൻസ് കിട്ടിയില്ലേ? ഇത്രയും മനസ്സിലായല്ലോ. പാർട്ട് 1, പാർട്ട് 2 5 ക്വസ്റ്റ്യൻസ് 7 ക്വസ്റ്റ്യൻസ്. ഇനി നമ്മളോട് 2ൽ നിന്നും 8 ക്വസ്റ്റ്യൻ ടോട്ടൽ വേണം. ഓരോന്നിലും കുറഞ്ഞത് 3 വെച്ചെടുക്കണം. അപ്പം നമ്മൾ ഫസ്റ്റ് ഇവിടെ 3 കൊടുക്കുമ്പോൾ ഇവിടെ 8 - 3 5. അടുത്തത് 3 കഴിഞ്ഞ് 4 കൊടുത്തു. 8 - 4 4 വന്നു. അടുത്ത 5 കൊടുക്കുമ്പോൾ 8 - 5 3. ഇവിടെ 3 ആയി. 3 ക്വസ്റ്റ്യൻ വന്നു. സ്റ്റോപ്പ് ചെയ്തു. ഓക്കെ, ഇനി കോമ്പിനേഷൻ്റെ ഇക്വേഷൻ അല്ലേ നമ്മൾ എഴുതാൻ പോകുന്നത്. ഞാൻ ക്വസ്റ്റ്യൻ മായ്ക്കുവാണ്. അപ്പം ഇനി
കോമ്പിനേഷൻ്റെ ആ ഒരു ഇക്വേഷൻ എഴുതി നമുക്കിനി അതിൻ്റെ ആ ഒരു വാല്യൂ കണ്ടെത്തിയാൽ മതി. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് എന്ത് വരും? ഫസ്റ്റ് സി കൊടുത്തു. ഇവിടെ ടോട്ടൽ എത്രയാണ്? 5. അതിലെത്ര എടുക്കുന്നത്? 3. ഇനി ഇവിടെ എന്താണ്? ഇൻറ്റു. അടുത്തത് ഇവിടെ ടോട്ടൽ എത്രയാണ്? 7. എത്ര എടുക്കുന്നുണ്ട്? 5. ഇതാണ് ഫസ്റ്റ് പാർട്ട്. പ്ലസ് കൊടുത്തു. ഇനി അടുത്ത ഈ സെക്കൻഡ് പാർട്ട് നോക്കാം. കോമ്പിനേഷൻ ഇവിടെ 5 ആണ് ടോട്ടൽ ക്വസ്റ്റ്യൻസ്, അതിലെ 4 ക്വസ്റ്റ്യൻസ് എടുത്തു. ഇൻറ്റു ഇവിടെ 7 ആണ് ക്വസ്റ്റ്യൻസ്, ഇതിലെ 4 ക്വസ്റ്റ്യൻസ് എടുത്തു. പ്ലസ്. ഇനി മൂന്നാമത്തെ കേസ് കോമ്പിനേഷൻ എന്താണ് പറയുന്നത്? 5 ക്വസ്റ്റ്യൻ്റെ 5 ക്വസ്റ്റ്യനും എടുത്തു. അതോടൊപ്പം തന്നെ ഇപ്പോൾ 7 ക്വസ്റ്റ്യനിൽ 3 ക്വസ്റ്റ്യൻ. ഇത്രയുമാണ് കോമ്പിനേഷൻസ് വരിക. ഇനി ഇതിൻ്റെ ബാക്കി കണ്ടെത്തിയാൽ പോരെ? അപ്പം നമ്മൾ നേരത്തെ പറഞ്ഞ രീതിയിൽ തന്നെ ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷൻ ചെയ്യാം. പിന്നെ ഇതിൻ്റെ ബാക്കി കാൽക്കുലേഷന് ഫസ്റ്റ് ഇവിടെ എന്താണ്? 5C3 7C5 ആണ് കണ്ടെത്തേണ്ടത്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 5ൻ്റെ പുറകോട്ട് എത്ര വരെ? 3 ടൈംസ്. 5 × 4 × 3 വരെ 1 2 3 പ്രാവശ്യം വന്നു. ഇനി ഇവിടെ താഴെ എന്താണ്? 3 × 2 × 1 വന്നു. ഇവിടെ 3 3 ക്യാൻസലായി. 2 2s are 4 വന്നു. 5 2s are 10 വന്നു. ഇവിടെ ഇനി എന്ത് വരും? ഇവിടെ 7 × 6 × 5 × 4 × 3 വരെ എത്ര? 5 പ്രാവശ്യം. 1 2 3 4 5 വന്നു. ഇവിടെ ഇനി എന്ത് വരും? 5 × 4 × 3 × 2 × 1 വരെ. 5 5 ക്യാൻസലായി. 4 4 ക്യാൻസലായി. 3 3 ക്യാൻസലായി. ഇവിടെ 3 2s are 6. 7 × 3 21 വന്നു. അപ്പോൾ ഇത് 10 കിട്ടി, ഇത് 21 കിട്ടി. 21 × 10 അല്ലേ ചെയ്യേണ്ടത്? 210 ഇവിടെ വന്നു. 210 പ്ലസ്. ഇനി അടുത്ത എന്താ ചെയ്യേണ്ടത്? 5C4 7C4 ചെയ്യണം. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഇനിയും ചെയ്യേണ്ടത് അടുത്തത് 5C4ൻ്റെ കേസ് വരുമ്പോഴത്തേക്ക് എന്ത് വരും? 5 × 4 × 3 × 2 4 പ്രാവശ്യമായില്ലേ? അവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇവിടെ എന്ത് വരും? 4 × 3 × 2 × 1. 4 4 3 3 2 2 ക്യാൻസലായി. ഇവിടെ ഇനി 5 ഉള്ളൂ. ഇനി ഇവിടെ നോക്കുക, 7C4 എന്ന് പറയുമ്പോഴത്തേക്കും 7 × 6 × 5 × 4. ഇവിടെ എന്ത് വരും? 4 × 3 × 2 × 1 വന്നു. 4 4 ക്യാൻസലായി. 3 2s are 6 6 ക്യാൻസലായി. 7 × 5 35 വന്നു. അപ്പോൾ ഇവിടെ 5 × 35 വന്നു. ഇത് തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ എന്ത് വരും? 5 × 5 25. 2 കൊണ്ട് 5 3s are 15 + 2 70 175 വന്നു. ഓക്കെ, ഇനി ലാസ്റ്റ് പാർട്ട് നമുക്ക് നോക്കാം. 5C5 7C3. ഓക്കെ, ഇവിടെ എന്ത് വരും? ഇവിടെ 5ൻ്റെ ബാക്കിലോട്ട് 5 × 4 × 3 × 2 × 1 5 ടൈംസ് ആയി. ഇത് തന്നെയല്ലേ താഴെയും വരിക? 5ൻ്റെ ബാക്കിലോട്ട് 1 വരെ 2 × 1 വരെ ക്യാൻസലായി. ഇവിടെ എന്ത് വരും? 1 വരും. ഇവിടെ ഇനി എന്ത് വരും? 7ൻ്റെ ബാക്കിലോട്ട് 3 ടൈംസ് 7 × 6 × 5 വരെ. ഇവിടെ 3 × 2 × 1. 3 2s are 6 6 ക്യാൻസലായി. 7 × 5 × 5 35 വന്നു. അപ്പോൾ ഇവിടെ 1 × 35 ഇവിടെ എന്ത് വരും? 35 വന്നു. ഇനി ലാസ്റ്റ് ഇതെല്ലാം കൂടെ ആഡ് ചെയ്യുന്നതായിരിക്കും നമ്മുടെ ആൻസർ വരിക. അപ്പോൾ ഇവിടെ നോക്കുക, 210 175 35. 5 + 5 10 വന്നു. 10 പിന്നെ 12 വന്നു. 1 2 3 4 420. അപ്പോൾ എത്ര വേസ് ആണുള്ളത്? ഏതെല്ലാം രീതിയിലാണ് സെലക്ട് ചെയ്യാൻ പറ്റുക? 420 ടൈംസ് ആണ്. അപ്പോൾ ഇവിടുത്തെ ആൻസർ 420. അപ്പോൾ ഈ ഒരു ക്വസ്റ്റ്യൻ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമൻസിലൂടെ അറിയിക്കുക. നിങ്ങളുടെ ഫ്രണ്ട്സിനെ വീഡിയോ ഷെയർ ചെയ്യുക. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.